2 രാജാക്കന്മാർ 4-ാം അധ്യായം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്നെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിൽ അടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടുചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്ത് കടന്നു വാതിൽ അടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. ഈ ഭാഗം നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഇട്ട ഇപ്പോൾ ഈ ആരാധനയുടെ സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഇട്ട ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഞാനും ചിന്തിക്കുന്നു, നിങ്ങളും ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് എന്തിനി വരുന്നോ അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇത് പ്രിപ്പയർഡ് അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഹൃദയത്തിനകത്ത് ഈ ആരാധനയുടെ സമയത്തിൻ്റെ അകത്ത് വന്ന ഒരു ഭാഗം പെട്ടെന്ന് ചിന്തിക്കണമെന്ന് തോന്നി. നോക്കുക, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. സ്തോത്രം. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവായ നിന്റെ ദാസനെന്നല്ല. സ്തോത്രം. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതല്ല ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ആ ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നാമത് ഏത് പൊസിഷനാ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ എന്ന പൊസിഷൻ. അല്ലെങ്കിൽ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹം ഒരു ഭർത്താവ് എന്ന റോളിനേക്കാളും ഏറ്റവും അധികം ഉള്ള റോൾ എന്തായിരുന്നു? ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഭർത്താക്കന്മാരോട് പറയട്ടെ, അല്ലെങ്കിൽ ഭാര്യമാർക്ക് അങ്ങനെ പറയാൻ, നിങ്ങളെ കുറിച്ച് പറയാൻ തോന്നണം. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു ഭാര്യ ഭക്തനായിരുന്നു എന്നല്ല. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, സഹോദരന്മാർ ചോദിച്ചേ, യഹോവ ഭക്തനാണോ അല്ലെങ്കിൽ ഭാര്യ ഭക്തനാണോ എന്ന് ചോദിച്ചു. കന്നഡ ചോദിച്ചാലും മതി. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചേ. നിന്റെ ദാസൻ യഹോവയുടെ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. സ്തോത്രം. ആർക്കറിയാം? എലീശയ്ക്ക് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ ദൈവഭക്തനാണോ എന്ന് ആർക്കറിയണം? ഉറക്കി പറഞ്ഞ ആരും മിണ്ടുന്നില്ല. ദൈവദാസൻ പാസ്റ്റർ അറിയണം നിങ്ങൾ യഹോവ ഭക്തനാണോ ഇല്ലേ എന്ന്. എങ്ങനെയാ പാസ്റ്റർ നിങ്ങൾ യഹോവ ഭക്തനാണോ ഇല്ലേ എന്ന് അറിയുന്നേ? പാസ്റ്ററെ കാണുമ്പോൾ കാണിക്കുന്ന ദൈവഭക്തി കണ്ടാൽ അല്ല പാസ്റ്റർ ആണോ ഇല്ലേ, യഹോവ ഭക്തനാണോ എന്ന് അറിയുന്നത്. ദൈവകാര്യങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി, വാഞ്ച, ആരാധനയ്ക്ക് വരാൻ കാണിക്കുന്ന ഉത്സാഹം,
ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ഇതൊക്കെ കാണുമ്പോഴാണ് പാസ്റ്റർ അഡ്രസ്സ് ചെയ്യും, ഇവനൊരു യഹോവ ഭക്തനാണ്, ഇവനൊരു ദൈവ ഭക്തനാണ്. സ്വന്തം മായത്തായ്മയെ കണ്ടാലോ പാസ്റ്റർ മുമ്പിൽ ഭക്തി കാണിച്ചത് കൊണ്ടോ ഒന്നും പാസ്റ്റർ അഡ്രസ്സ് ചെയ്യില്ല. ഇയാൾ യഹോവ ഭക്തൻ എന്നല്ല പറയുന്നത്, കള്ളനാണ്. സ്തോത്രം. ശ്രീജിത്ത് പാസ്റ്ററാണെ പറഞ്ഞ ലോക കള്ളനാണ്. അപ്പൊ ഈ സഹോദരി പറയും, നിനക്കറിയാമല്ലോ ഇയാൾ നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന്, ദൈവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. സ്തോത്രം. നീ അടുത്ത കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. അടുത്ത. ഇപ്പോൾ കടക്കാരൻ എടാ യഹോവ ഭക്തൻ ഇപ്പോ എന്തുവാ? കടം കയറി മുടിഞ്ഞ്, എനിക്കറിയില്ല ഹാർട്ട് അറ്റാക്ക് വന്നാണോ ചത്തേന്നറിയില്ല, മരിച്ചു അല്ലേ? ഇങ്ങനെ കടം കയറ്റിയിട്ടാൽ ഈ സഹോദരി യഥാർത്ഥത്തിൽ എലീശയെ കാണാൻ പോയി എന്തായിരിക്കണം പറയണ്ടേ? എടാ പള്ളിയും പാതിരിയെന്നും പറഞ്ഞ് നടന്ന ഒരുത്തൻ ജോലിക്കും പോകാതെ കൂലിക്കും പോകാതെ 24 മണിക്കൂറും പ്രാർത്ഥനയും ആരാധനയും യഹോവ ഭക്തി എന്നും പറഞ്ഞ് നടന്ന് കടം കയറ്റിയിട്ട് ചത്തു. ചില സഹോദരിമാർ പറഞ്ഞു, ഞാനാണെന്നെങ്കിൽ എങ്ങനെ പറയുള്ളൂ? പള്ളി, പ്രാർത്ഥന, ആരാധന എന്ന് പറഞ്ഞ് നടന്ന് അല്ലേ യഹോവ ഭക്തനായിരുന്നു, പക്ഷേ കടമായിരുന്നു. പിടികിട്ടുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഓടി, കർത്താവിന് വേണ്ടി നിന്നു. കർത്താവിൻ്റെ അയാൾ പറയാ, പ്രവാചകനെ ഇയാൾ യഹോവ ഭക്തനായിരുന്നു എന്ന് നീ അറിയുന്നു. ഇപ്പൊ എന്ത് ചെയ്യുക? വീട്ടിൽ കടക്കാരൻ. ഈ സഹോദരി ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തുകയല്ല, പറയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? കുറ്റപ്പെടുത്തുകയല്ല. നമ്മളാണ് എന്ത് പറഞ്ഞേനെ? തെക്ക് വടക്ക് നടന്ന് പ്രാർത്ഥനയെന്നും പറഞ്ഞ് ആ എലീശയുടെ പുറകെ നടന്നു. അയാൾക്ക് വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, പുറകെ നടന്നോ ഇപ്പം കിട്ടും. ഇതേ കടക്കാർ വാതിക്കെ നിന്ന് മുട്ടുക. അല്ലേ സംഭവിച്ചാൽ ഓടി വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞേനെ, നിങ്ങളുടെ പുറകെ നടന്ന് ദേ ഒരുത്തൻ കടം കയറ്റിയിട്ടിരിക്കുക. എത്രയോ പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അത് വീട്ടിൽ കടവാ, ഇതിൻ്റെ പുറകെ നടന്ന. നമ്മൾ ആരെയും കണ്ടിട്ടില്ല ഇവരെ. സ്തോത്രം. ഈ സഹോദരി പറയുക, യഹോവ ഭക്തനായിരുന്നു, അവൻ നിന്റെ ദാസനായിരുന്നു, അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നു. പക്ഷേ ഇപ്പോഴും വീട്ടിലെ സ്ഥിതി ഇതാ. പറഞ്ഞ വായിച്ചേ. ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ട് മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അവൾ വന്ന് ഭർത്താവിന്റെ കുറ്റമല്ല പറഞ്ഞേ, ആ സിറ്റുവേഷൻ അവൾ ദൈവസന്നിധിയിൽ പറയുക. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ഞെരുക്കങ്ങൾ വരാം, ഭാരങ്ങൾ വരാം, കഷ്ടതകൾ വരാം, ദുഃഖങ്ങൾ വരാം. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, നീ ഒരു കുനിഞ്ഞൊരു കുപ്പയെങ്കിലും ഈ സഭയ്ക്കകത്തോ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ദൈവം ആർക്കും ഹല്ലേലൂയ കടക്കാരനല്ല. അല്ലെ ദൈവം നിന്നെ കടാക്ഷിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറയാം, ഈ ശുശ്രൂഷകന് കരുതാൻ കഴിഞ്ഞില്ലെങ്കിലും, ഈ ശുശ്രൂഷകന് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതാൻ കഴിഞ്ഞില്ലെങ്കിലും, ഹല്ലേലൂയ, അവൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, അവൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന വിശ്വസ്തനായ ദൈവഭക്തനായിരുന്ന ദൈവ മനുഷ്യന് വേണ്ടി നിന്ന, ഹല്ലേലൂയ, അവൻ്റെ തലമുറയെ പിടിച്ചുകൊണ്ടുപോകാൻ, കടക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ സമ്മതിക്കാതെ അവന് വേണ്ടി കരുതുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് പകലിലുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന സഹോദരിയാകട്ടെ, സഹോദരനാകട്ടെ,
ദൈവപൈതനാകട്ടെ, അത് നീ ദൈവത്തിന്റെ ഭക്തനാണോ, അത് ഒന്നും കാണാതെ കർത്താവിന് വേണ്ടി നിന്ന വ്യക്തിയാണോ, നിൽക്കുന്ന വ്യക്തിയാണോ, പ്രതിഫലമില്ലാതെ, പ്രതിഫലം നോക്കാതെ, ഹല്ലേലൂയ, ഇന്നത്തെ നന്മ നോക്കാതെ, ഇന്ന് കിട്ടുന്ന അതിന് സാലറി നോക്കാതെ, ഇന്ന് കിട്ടുന്ന വരുമാനം നോക്കാതെ, ഇന്ന് കിട്ടുന്ന നന്മ നോക്കാതെ, ഓ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പോറ്റുവാൻ ശക്തനായ ഒരുവൻ, നിന്നെ തക്ക സമയത്ത് ഇറങ്ങി വന്ന് നിനക്കും നിന്റെ തലമുറയ്ക്കും ഉള്ളത് കരുതുവാൻ ശക്തനായ ഒരുവൻ, നിനക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായ ഒരുവൻ തക്ക സമയത്ത് ഇറങ്ങി വന്നിരിക്കും. അവൻ അത്ഭുതത്തെ ചെയ്തിരിക്കും. ഒരുപക്ഷെ നമുക്ക് ചോദിക്കാം, ഈ എലീശയ്ക്ക് ഇയാളുടെ കടഭാരം അറിയില്ലായിരുന്നോ? എലീശയ്ക്ക് കടം മാറ്റി കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഹല്ലേലൂയ. ഞാൻ പറയും, ഇയാൾ ദൈവഭക്തനായിരുന്നു. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയം വെച്ചില്ല, മനുഷ്യനോട് പറഞ്ഞില്ല, എലീശയോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. എലീശയെ എൻ്റെ കടം ഭാരം മാറ്റിത്തരണമെന്ന് എലീശയോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. എലീശയ്ക്ക് ഇത് അറിയില്ല, ആ വീട്ടിലെ സ്ഥിതി എലീശയ്ക്ക് അറിയില്ല. ഈ സഹോദരി വന്ന് പറയുമ്പോഴാണ് എലീശയ്ക്ക് പിടികിട്ടുന്നത്. ഹല്ലേലൂയ. തൻ്റെ കൂടെ നടന്ന, തൻ്റെ കൂടെ സഞ്ചരിച്ച, ഹല്ലേലൂയ, ദൈവഭക്തനായ മനുഷ്യന്റെ ഭവനത്തിൽ കടത്തിലും അവൻ കർത്താവിന് വേണ്ടി നിന്നു എന്ന് എലീശ അറിയുന്നത് അങ്ങനെ. അവരെയാണ് ദൈവഭക്തരെന്ന് പറയുന്നത്. സ്തോത്രം. അല്ലാതെ ഹല്ലേലൂയ, ഒരു ചെറിയ വിഷയം വരുന്നതിന് മുമ്പേ ഞാൻ നിൽക്കുന്നു, കർത്താവിന് വേണ്ടി നിൽക്കുക, പാസ്റ്റർ ഇങ്ങോട്ട് താ, സ്തോത്രം, പാസ്റ്റർ ഇങ്ങോട്ട് താ. ചില ആൾക്കാരുണ്ട്, അവരുടെ വിഷയമൊന്നും വീട്ടിൽ പറയല്ല, എവിടെ പറയൂ? എവിടെ പറയൂ? സഭയിലേ പറയൂ, പാസ്റ്ററോടെ പറയൂ. എന്താ കാരണം എന്നറിയാം? അവിടെ ആശ്രയം. പാസ്റ്റർ ഇപ്പം അമേരിക്കയിലേക്ക് പോയിട്ട് വന്നു, സ്വത്ര ചാക്ക് കണക്കിന് പണമായിട്ടാണ് വന്നേ. അതുകൊണ്ട് ഹല്ലേലൂയ, വരാത്ത ചിലരും വരും. സ്വത്രം. ഇതുവരെ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കും പ്രശ്നം, എല്ലാവർക്കും ആവശ്യമാണ്. എന്താ കാരണമെന്നറിയോ? ആശ്രയം മനുഷ്യനില്ല. എലീശയുടെ കൂടെ നടന്ന ഈ പ്രവാചക ശിഷ്യന്റെ ഭവനത്തിന്റെ സ്ഥിതി എന്തെന്ന് ഈ പ്രവാചകൻ ശിഷ്യൻ ഇതുവരെ ശക്തനായ പ്രവാചകനോട് പറഞ്ഞില്ല. എന്തും സൃഷ്ടിച്ചു കൊടുക്കാൻ ശക്തിയുള്ള പ്രവാചകൻ എലീശ. പറഞ്ഞില്ല. പറഞ്ഞതാരാ? നിവൃത്തിയില്ലാതെ വന്നപ്പോ, മക്കളെ പോലും പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നു എന്ന് വന്നപ്പോൾ ഭാര്യ വന്ന് പറയുക, ഇതായിരുന്നു ഞങ്ങളുടെ സ്ഥിതി. അതിൽ നിന്ന് തന്നെ 100 മാർക്ക് കൊടുക്കാം. ഈ മനുഷ്യൻ ഹിസ് ജെന്യുവിൻ പ്രോഫറ്റ്. അവൻ എന്താ, സത്യസന്ധമായ ദൈവത്തെ വിശ്വസിച്ചിരുന്ന ദൈവമകനാണ്. സ്തോത്രം. ഇയാൾ ദൈവഭക്തനാണെന്ന് ഭാര്യ അഡ്രസ് ചെയ്യുക. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രവാചകനോട് പറയാ, നിനക്കും അറിയാം. പ്രവാചകനും പറഞ്ഞു, എനിക്കും അറിയാം. ഇയാൾ ഒരു ദൈവഭക്തനാണെന്ന്, ദൈവപുരുഷനാണെന്ന് എലീശയ്ക്കും അറിയാം. അതുകൊണ്ട് എലീശ പറയുകയാണ്. ഓക്കെ, വായിച്ചെടുത്തേ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? എടാ, ഇത് നേരത്തെ ഈ പ്രവാചകന്റെ ശിഷ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതല്ലേ ചോദിക്കൂ. പക്ഷെ ഇയാൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അടുത്തിരിക്കുന്ന കരം കൊടുത്തിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, നീ ചോദിക്കുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു. വായിച്ചു അടുത്തത്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. സ്തോത്രം. നോക്കിയേ, ആ വീട്ടിൽ എന്തേ ഉള്ളൂ? ഒരു ഭരണി എണ്ണ. ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ.
എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. സ്തോത്രം. ഞാൻ ഇതിനെ കാണുന്നത്, സ്തോത്രം, അവരുടെ വീട്ടിൽ ആകെ ഉള്ളത് അഭിഷേകം മാത്രം. പിടികിട്ടുന്നവർ മാത്രം സ്തോത്രം പറഞ്ഞേ. ആ സഹോദരി പറയാ, ഹല്ലേലൂയ, ആ സഹോദരി പറയാ, എൻ്റെ വീട്ടിലാകെ എൻ്റെ ഭർത്താവ് മിച്ചം വെച്ചിട്ട് പോയ ഒന്നേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് മിച്ചം വെച്ചിട്ട് പോയ ഒന്നേ ഉള്ളൂ, ഒരു ഭരണി എണ്ണ. ഹല്ലേലൂയ. ആ മനുഷ്യന് അധ്വാനിച്ച് ആ മനുഷ്യന് മിച്ചം വെക്കാൻ കഴിഞ്ഞത് ഒന്നേ ഉള്ളൂ, ഒരു ഭരണി എണ്ണ. പിടികിട്ടുന്നവർ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യെസ്, ഹല്ലേലൂയ. എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് സംസാരിക്കുന്നത് ഇത് മാനുഷികമായ ശബ്ദമല്ല, ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നീ എന്ത് മിച്ചം വെച്ചുള്ളതല്ല. ഹല്ലേലൂയ. ഈ ദൈവപുരുഷൻ ആ വീട്ടിൽ മിച്ചം വെച്ച ഒന്നുണ്ട്. ഹല്ലേലൂയ, ഒരു ഭരണി എണ്ണ. ന്യൂ ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റ് ഒക്കെ പഠിക്കുമ്പോൾ എണ്ണയെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അഭിഷേക തൈലമാണ്. അഭിഷേക തൈലം. ഹല്ലേലൂയ. എനിക്കറിയില്ല, ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആലോചന ഞാൻ പറയുന്നേ. ആ മനുഷ്യൻ ആകെ മിച്ചം പിടിച്ച ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ബാങ്ക് ബാലൻസ് അല്ല, വസ്തുവകകളല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ, സമ്പത്തുകളല്ല. തൻ്റെ തലമുറയ്ക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി മിച്ചം വെച്ചത് അഭിഷേകത്തിന്റെ ഒരു തൈലം, അല്ലെങ്കിൽ ഒരു ഭരണി അഭിഷേകത്തിന്റെ തൈലം. ഓ ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലേ, ദൈവപുരുഷനെ, നിന്നോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ മറ്റൊന്നും ശേഖരിച്ചു വെച്ചില്ലേലും ഇന്ന് ഇതിനകത്ത് പ്രാപിക്കുന്ന അഭിഷേകത്തെ നീ ശേഖരിച്ചു വെച്ചാൽ നിന്റെ തലമുറയ്ക്ക് പട്ടിണി കിടക്കാൻ സമ്മതിക്കാതെ നിന്റെ തലമുറയെ അനുഗ്രഹിച്ച് ഉയർത്തി മാനിക്കുന്ന ദൈവത്തിന്റെ പകർച്ച. ഓ യെസ്, യെസ്, യെസ്. ഞാൻ പറയും, ഹല്ലേലൂയ, ആ മനുഷ്യൻ ഒന്നും ഉണ്ടാക്കിയില്ലെന്നല്ല, ഏറ്റവും ഹല്ലേലൂയ വിലപിടിപ്പുള്ളത് ആ മനുഷ്യൻ ഭവനത്തിൽ ശേഖരിച്ചു വെച്ചു. ഏറ്റവും വിലപിടിപ്പുള്ളത്, ഏറ്റവും വർദ്ധിക്കുന്നത്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്, ഏറ്റവും ഉത്തമമായത്, ഏറ്റവും നല്ലത്. സ്തോത്രം. നിങ്ങളുടെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ആണെങ്കിൽ, ഹല്ലേലൂയ, ആത്മാവിൽ ആരാധിക്കുന്ന അപ്പനും അമ്മയാണെങ്കിൽ, അതിന് മക്കളെ, നിങ്ങൾക്ക് ഹല്ലേലൂയ വേറൊരു സമ്പാദ്യത്തിന്റെ ആവശ്യമില്ല. അവർ ശേഖരിച്ചു വെച്ചതിനെ ദൈവം വർദ്ധിപ്പിച്ചു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഗൗരവമായി ശേഖരിച്ചു വെക്കേണ്ടത്, ഗൗരവമായി നിങ്ങൾ സ്വരൂപിച്ചു വെക്കേണ്ടത് ഹല്ലേലൂയ സ്വർണമല്ല. നിങ്ങൾ ഗൗരവമായി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വരൂപിച്ചു വെക്കേണ്ടത് അഭിഷേകമാണ്. നിന്റെ ഭവനത്തിലെ ഭരണികളിൽ അഭിഷേകത്തിന്റെ തൈലം നിറച്ചു വെക്കുക. സ്തോത്രം, 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 സ്തോത്രം. അതിനെയാണ് ദൈവം വർദ്ധിപ്പിക്കാൻ പോകുന്നത്, അതിനെ ദൈവം മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഏതൊരു വ്യക്തിയുടെ ജീവിതം എടുക്കുമ്പോഴും അവർ പറയും, എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് തന്നത് ഈ അഭിഷേകമാണ് ഞങ്ങൾക്ക് പകർന്നു തന്നത്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് പകർന്നു തന്നത്, ഈ കൃപയാണ് ഞങ്ങൾക്ക് പകർന്നു തന്നത്. ഇതാണ് ഞങ്ങളെ ഉയർത്തിയത്, ഇതാണ് ഞങ്ങളെ മാനിച്ചത്, ഇതാണ് ഞങ്ങളെ അമേരിക്കയിൽ കൊണ്ടുവന്നത്, ഇതാണ് ഞങ്ങളെ ഉയർത്തിയത്, ഇതാണ് ഞങ്ങളുടെ സ്ഥിതിയെ മാറ്റിയത്.
ഈ സഹോദരി പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ, ആ വീട്ടിലുള്ള വെറും പാത്രങ്ങൾ. ഒരു സ്വത്രം പറഞ്ഞേ. അഭിഷിക്തന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഭരണി നിറച്ച് എണ്ണ, അഭിഷേകത്തിന്റെ എണ്ണയുണ്ട്. മറ്റുള്ള വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പാത്രമുണ്ട്. പിടികിട്ടിയോന്ന് എനിക്കറിയില്ല. ഒത്തിരി പാത്രമുണ്ട്, പക്ഷെ ഇവിടെ ഒത്തിരി പാത്രമില്ല. എന്തുണ്ട്? ഒരു ഭരണി. എന്തുണ്ട്? ഒരു ഭരണി എണ്ണയുണ്ട്. സ്വത്രം പറഞ്ഞേ. അയൽവക്കക്കാരന് ഒത്തിരി കാറ് കാണും, ഒത്തിരി സമ്പത്ത് കാണും. നിന്റെ ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും നാട്ടുകാർക്കും ഹല്ലേലൂയ അവർക്കെല്ലാം ഉണ്ടാകും. പക്ഷെ നിനക്കുള്ളത് മാത്രമേ ഉള്ളൂ. നിനക്കുള്ളത് ഒരു ഭരണി അഭിഷേക തൈലം. അത് മതി, അത് മതി, അത് മതി, അത് മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന നിനക്ക് വേണ്ടി കടക്കാർ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടും ഹല്ലേലൂയ എടുത്തുകൊണ്ട് പോകാൻ കഴിയാതെ സൂക്ഷിച്ചു വെച്ച ഒരു ഭരണി എണ്ണയുണ്ട്. കടക്കാർ വന്ന് വീട്ടിലുള്ളതെല്ലാം പിറക്കിക്കൊണ്ട് പോയിട്ടും വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ച നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും എല്ലാം കേട്ടിട്ടും വിട്ടുകൊടുക്കാതെ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടല്ലോ, ആ അഭിഷേക തൈലമുണ്ടല്ലോ. നിന്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ അവൾക്ക് പറയാം, എല്ലാവരും എടുത്തുകൊണ്ടുപോയി, പക്ഷെ എന്റെ വീട്ടിൽ ഹല്ലേലൂയ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭരണി എണ്ണ മാത്രമേ മിച്ചമുള്ളൂ. അത് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, അത് ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. നിന്ദകൾ വന്നപ്പോഴും കടക്കാർ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും അതിന് വീട്ടിനകത്ത് കയറി എല്ലാം എടുത്തുകൊണ്ടുപോയിട്ടും ഞാൻ ഒന്ന് വിട്ടുകൊടുത്തിട്ടില്ല. ഹല്ലേലൂയ എന്റെ പേരും എന്റെ തലമുറയ്ക്കും പ്രയോജനം ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം തന്ന അഭിഷേക തൈലത്തെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ലെന്ന് പറയുന്നവർ കരമടിച്ചാർന്ന നിറവിൽ സ്തോത്രം. അടുത്തിരിക്കുന്നതാണ് കരം കൊടുത്തെന്ന് പറ. ഹല്ലേലൂയ ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞേ. ആർക്കും വിട്ടുകൊടുക്കയില്ല. മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോവാ, പക്ഷേ ഹല്ലേലൂയ അഭിഷേകം അവൾ വിട്ടുകൊടുത്തിട്ടില്ല. പറഞ്ഞേ, 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 സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, നിന്ദകൾ വന്നാലും, ഹല്ലേലൂയ എന്തൊക്കെ ഹല്ലേലൂയ സംഭവിച്ചാലും, ദൈവം എന്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്തെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ദൈവജനം ദൈവത്തെ സ്തുതിക്കട്ടെ. നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിൽ അടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. ഒരു ഭരണി എണ്ണ മാത്രം മിച്ചം. അതാർക്കും വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുക. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീയും നിന്റെ മക്കളൊക്കെ ചെന്ന് പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പാത്രങ്ങൾ ഒട്ടും കുറവായിരിക്കരുത്. മാക്സിമം ഉള്ളത് കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. കാലിപാത്രമായതുകൊണ്ട് ആൾക്കാർ കൊടുക്കും. കിട്ടുന്നുണ്ടോ? ആ പാത്രത്തിൽ വല്ലതും നിറച്ച് ചോദിച്ചാലല്ലേ ആൾക്കാർ തരാതിരിക്കും. അപ്പൊ ആൾക്കാർ ചോദിച്ചു കാണും, ഇവരെന്തിനാണ് ഈ കാലിയായ പാത്രമെല്ലാം, അതും വായ്പയാട്ട കടമായിട്ട് ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുക. ലോകം പറഞ്ഞു കാണും മണ്ടത്തരമാണ്, എന്തിനാണെന്നറിയില്ല. ആൾക്കാർക്ക് ആശ്ചര്യം തോന്നിക്കാണും.
പക്ഷെ പ്രവാചകൻ പറഞ്ഞത് കാലിപ്പാത്രങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക? വായ്പ വാങ്ങുക. മാക്സിമം വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി. ഒന്നുകൂടി പറഞ്ഞേ. നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിൽ അടച്ച് പാത്രങ്ങളിലൊക്കെയും പകർച്ച. സ്തോത്രം പറഞ്ഞേ. അവർക്കുള്ള അഭിഷേകത്തെ, അവർക്കുള്ളതിനെ അതിനകത്ത് പുറത്ത് കടക്കാരൻ നിൽക്കുക. പക്ഷെ വീട്ടിനകത്ത് വാതിലടച്ച് അല്ലെങ്കിൽ അവർക്കുള്ളതിനെ അവർ പകരാൻ തുടങ്ങി. ഒരു സ്തോത്രം പറഞ്ഞേ. നിന്റെ വർധനവ് വെളിപ്പെടാൻ പോകുന്നത് എപ്പോഴാണെന്നറിയോ? നിന്റെ അകത്തുള്ള അഭിഷേകത്തെ, നിന്റെ അകത്ത് ദൈവം തന്ന ആർക്കും വിട്ടുകൊടുക്കാതെ നീ പിടിച്ചു വെച്ച അഭിഷേകത്തെ അല്ല ഇവിടെ നോക്കുക. അല്ല കടക്കാർ പിടിച്ചുകൊണ്ട് നിൽക്കുക. അല്ലെ അവരുടെ ശ്രദ്ധ അതിലല്ല. അവർ വാതിലടച്ച് റൂമിനകത്ത് കയറിയിരുന്ന് അവരുടെ അഭിഷേക തൈലത്തെ പകരുവാൻ തുടങ്ങി. ഇന്ന് ആത്മാവിൽ ഞാൻ ചിലതിനോട് ദൂത് പറയുന്നു. നിന്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ, നിന്റെ ശൂന്യത മാറണമെങ്കിൽ, നിന്റെ അവസ്ഥകൾ മാറണമെങ്കിൽ നീ ആരുടെ മുമ്പിൽ കരന്നിട്ടാൽ നിൽക്കാതെ വാതിലടച്ച് റൂമിനകത്ത് കയറി നീയും നിന്റെ തലമുറകളുമായി, നിന്റെ കുടുംബവുമായി റൂമിനകത്ത് കയറി നിന്റെ കരച്ചിൽ ആരും കാണണ്ട, നിന്റെ നിലവിളി ആരും കേൾക്കണ്ട. വാതിലടച്ച് കുറ്റിയിട്ട് റൂമിനകത്ത് കയറി നിന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകത്തെ പരസ്പരം ഒന്ന് പകരാൻ തുടങ്ങുക. പരസ്പരം ആത്മാവിൽ ഒന്ന് ജ്വലിക്കട്ടെ. ആത്മാവിൽ ഒന്ന് പകര്. ഹല്ലേലൂയ. നീ അത്ഭുതത്തെ കാണും. അത്ഭുതത്തിന്റെ വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്നത് കാണുവാൻ നീ ഓടണ്ട. പ്രവാചകൻ പറഞ്ഞു, വാതിലടച്ച് നിന്റെ മക്കളുമായി വാതിലടച്ച് നീ നെട്ടോട്ടം ഓടണ്ടെന്ന്, നീ തലങ്ങും വിലങ്ങും ഓടണ്ട. നീ ആവശ്യങ്ങൾക്ക് വേണ്ടി വല്ലവന്റെയും അടുക്കൽ ഓടണ്ട. റൂം വാതിലടച്ച് നീയും നിന്റെ തലമുറയുമായി അതിന് റൂമിനകത്ത് കയറി നിന്റെ അഭിഷേകത്തെ നീ ഒന്ന് പകർന്നു തുടങ്ങ്. പ്രാർത്ഥനയായി പകർന്നു തുടങ്ങ്. ആരാധന പകർന്നു തുടങ്ങ്. യെസ്, ഓ യെസ്, യെസ്. ഹല്ലേലൂയ. വല്ലവരെയും പുറകെ ഓടാതെ അയാളുടെ ജീവിതത്തിനകത്ത് കടന്നുപോയ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കടക്കാർ ഇതുപോലെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടായി. വണ്ടി വന്ന് നിൽക്കുമ്പോൾ പേടിച്ചകത്ത് കയറിയിരിക്കും. കാരണം ജപ്തി ചെയ്യാൻ വരുന്ന ബാങ്കുകാരുടെ ജീപ്പാന്ന് കരുതും. അപ്പോഴെല്ലാം ഞങ്ങൾ ചെയ്തിരുന്ന ഒറ്റ കാര്യമാണ്, ഞങ്ങൾക്കറിയാം മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, പരിഹസിക്കുകയല്ലാതെ കളിയാക്കുകയല്ലാതെ. പക്ഷെ അന്ന് പ്രാപിച്ച ആ അഭിഷേകവുമായി റൂമിനകത്ത് കയറി ഈ അമ്മയും ഞാനും സഹോദരനുമായി റൂമിനകത്ത് കയറിയിരുന്ന് ഹല്ലേലൂയ ഈ ദൈവത്തോട് കരയുവാനും പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ സ്തോത്രം പറയുവാനും അല്ലെങ്കിൽ ഞങ്ങൾ പ്രാപിച്ച വിശ്വാസത്തെ പരസ്പരം ഹല്ലേലൂയ പറഞ്ഞ് ഇല്ല, ഈ ദൈവം ഞങ്ങളെ കൈവിടുകയില്ല, അവൻ ഞങ്ങളെ വിട്ടുകൊടുക്കുകയില്ല, അവൻ ഞങ്ങളെ നിന്നാപാത്രമാകാൻ സമ്മതിക്കുകയില്ല, അവൻ ഞങ്ങളെ മനുഷ്യൻ ചവിട്ടി തേക്കാൻ വിട്ടുകൊടുക്കുകയില്ല. ഈ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവം നമ്മെ നിർത്തുവാൻ ശക്തനെന്ന് അതിന്റെ റൂമിനകത്ത് കയറി പരസ്പരം വിശ്വാസത്താൽ എന്റെ വാക്കുകളെ വിളിച്ചു പറഞ്ഞ് അവൻ ഞങ്ങൾക്കായി കരുതുന്നതാകയാൽ അവന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിൽ
പരസ്പരം വിശ്വാസത്തെ പ്രഖ്യാപിച്ച്, വിശ്വാസം ഏറ്റുപറഞ്ഞ്, വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്ത്, ഹല്ലേലൂയ, ഇല്ല, അവൻ നമ്മെ താണുപോകാൻ സമ്മതിക്കില്ല, പട്ടുപോകാൻ സമ്മതിക്കില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തൻ. അവൻ മനുഷ്യന്റെ മുമ്പിൽ നിന്നാപാത്രമാകാൻ എന്നെ വിട്ടുകൊടുക്കില്ല എന്ന്, ഹല്ലേലൂയ, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടതയുടെയും കടഭാരത്തിന്റെ മധ്യത്തിൽ മനുഷ്യനോട് പറയുന്നതിന് പകരം വിളിച്ച ദൈവത്തോട് വാതിലടച്ച് കരയുന്ന ശബ്ദം പോലും പുറത്തു വരരുതെന്ന് കരുതി, അതിനകത്ത് ഞരങ്ങുന്ന ഞരക്കങ്ങൾ പുറത്തു വരരുതെന്ന് കരുതി ദൈവസന്നിധിയിൽ പങ്കുവച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, ഞാൻ നിന്നെ നിറച്ച് 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 അനേകർക്ക് അനുഗ്രഹമായി, അനുഗ്രഹമായി ജാതികൾക്ക് അനുഗ്രഹമായി, ലോകത്തിന് അനുഗ്രഹമായി, ഹല്ലേലൂയ, സകല ജാതികൾക്കും അനുഗ്രഹമാക്കി നിന്നെ മാറ്റുമെന്ന വാഗ്ദത്തങ്ങൾ സ്വർഗത്തിന്റെ ദൈവം യെരിക്കോയിൽ പകർന്നതാണ്. നിന്റെ ഞെരുക്കത്തിൽ നീ കേൾക്കുന്ന പ്രവചനങ്ങളുണ്ടല്ലോ, നീ വട്ടപൂജ്യമായിരിക്കുമ്പോൾ കേൾക്കുന്ന ദൂതുകളാണ് യഥാർത്ഥ ദൂതുകൾ. സാധ്യതകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ കേൾക്കുന്ന ആലോചനയാണ് അത് ദൈവത്തിൽ നിന്നുള്ള ആലോചന. കാരണം ആ ദൂത് പറയാൻ മനുഷ്യന് പറ്റില്ല, ആ ദൂത് പറയാൻ ദൈവത്തിനെ പറ്റൂ. കാരണം ഭാവി കാണുന്ന ദൈവത്തിന് മാത്രമേ, എന്റെ ഫ്യൂച്ചർ കാണുന്ന ദൈവത്തിന് മാത്രമേ. ശൂന്യതയിൽ ഇരിക്കുന്നവനെ നോക്കി പത്രോസേ, നീ ഇന്നു മുതൽ ശിമയോനെ, നീ ഇന്നു മുതൽ ശിമയോനല്ല, you are the preacher, നീ പത്രോസാണ്, you are the rock, നീ പാറയാണ് എന്ന് പ്രവചിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ കണ്ണുനീരിലും ശൂന്യതയിലും നീ കേൾക്കുന്ന ദൂതാണ് നിന്റെ ഭാവി. ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിനകത്തിരിക്കുമ്പോൾ നീ കേൾക്കുന്ന ദൂതാണ് യഥാർത്ഥ ദൂത്. സ്തോത്രം. പ്രവാചകൻ പറഞ്ഞത്, നീ അകത്ത് കയറി വാതിൽ അടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന്, നീയും നിന്റെ മക്കളും, ഇല്ലേ, നീയും നിന്റെ മക്കളും. സ്തോത്രം. ഒറ്റയ്ക്കല്ല, വീട്ടിൽ ആരുണ്ടോ എല്ലാവരും കൂടെ കയറി വാതിലടയ്ക്കണം. ആത്മഹത്യ ചെയ്യാനല്ല. സ്തോത്രം. കടക്കാർ വന്ന് നിൽക്കുമ്പോൾ വാതിലടച്ച് ആത്മഹത്യ ഭീഷണി മുടക്കാനല്ല. ഞാനിപ്പം ചാവുകയെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ. പ്രവാചകൻ പറഞ്ഞു, സഹോദരി എന്ന് പറഞ്ഞത് എന്തുവാ, മക്കളെ പിടിച്ചുകൊണ്ട് പോവാ ആള് നിൽക്കുക. പ്രവാചകൻ പറഞ്ഞ അകത്ത് കയറിയിരുന്ന് ഒരു ഭീഷണി മുടക്കിയാൽ മതി. ഫോണിൽ വിളിച്ച് പുറത്ത് പറഞ്ഞ് ഞങ്ങൾ ചാകാൻ കയറിട്ടിരിക്കുക, പൊയ്ക്കോളാൻ പറഞ്ഞതല്ല. സ്തോത്രം. ചില വിശ്വാസികൾ അങ്ങനെയാ, റൂമിൽ കയറി ഇരുന്നിട്ട് ഭീഷണി മുടക്കും. പാസ്റ്ററെ വിളിച്ചത്, ഞാൻ ഇപ്പോൾ ചാകുവേ. പണ്ടൊരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ റെയിൽവേ ട്രാക്കിൽ നിൽക്കുവാണ്. ഞാൻ ചോദിച്ചു, എന്തുവാ? മക്കൾക്ക് ആഹാരം മേടിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ ചാകാൻ പോവാ. പക്ഷെ എനിക്ക് ഭാരം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാ വേഗം വീട്ടിൽ പോയിക്കോ, വീട്ടിലെ സാധനങ്ങളുമായിട്ട് ആൾക്കാർ നിൽക്കും. കടക്കാർ വരുമ്പോൾ ഭീഷണി മുടക്കുമല്ല. ഇവിടെ പ്രവാചകൻ പറഞ്ഞു, വീട്ടിനകത്ത് കയറി. അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക? നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിൽ അടച്ച് പാത്രങ്ങളിലൊക്കെയും പകരണം. ഒരു സൂത്രം പറഞ്ഞേ. വാതിൽ അടച്ചിട്ട് എന്ത് ചെയ്യണം? വിഷയങ്ങൾ നിന്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ അതിന് വീട്ടിനകത്ത് കയറി, റൂമിനകത്ത് കയറി വാതിൽ അടച്ച് മുട്ടുമടക്കി നിന്റെ അഭിഷേകത്തെ ഒന്ന് പകരണം. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ ഒന്ന് റിലീസ് ചെയ്യണം. രാഗത്തെ അഭിഷേകത്തെ എന്ത് ചെയ്യണം?
വർദ്ധിപ്പിക്കണം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. അത്ഭുതങ്ങളെ ഡിക്ലെയർ ചെയ്യണം. കടക്കാരൻ മുറ്റത്ത് നിൽക്കുമ്പോൾ വാതിലടച്ച് അകത്തിരുന്ന് എന്ത് ചെയ്യണം? എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും അവന്റെ മഹത്വത്തിനൊത്തവണ്ണം, ധനത്തിനൊത്തവണ്ണം അവൻ തീർത്തു തരും. നീ അകത്ത് മുട്ടുമേരുന്ന അഭിഷേകത്തിൽ ആരാധിക്കണം. ഓടിച്ചെന്ന് കട്ടിൽ കമണ്ണ് കിടന്ന് തലയണ നനയോളം കരയുകയല്ല, മുട്ടുമടക്കി പ്രാർത്ഥന റൂമിനകത്ത് കയറിയിരുന്ന് അഭിഷേകത്തിൽ ആരാധിക്കണം. അന്യഭാഷകളിൽ ആരാധിക്കണം. അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. നിന്റെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കണം. ഇവിടെ വചനം പറയുകയോ? വായിച്ചോ? പാത്രങ്ങളിൽ നിറയ്ക്കുവാൻ തുടങ്ങി. നിറഞ്ഞത് 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 ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. അവൾ അവനെ വിട്ടുചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിൽ അടച്ചു. ഈ പ്രവാചകൻ എന്തു പറഞ്ഞു അതുപോലെ അനുസരിച്ചു. കേട്ടിട്ട് പോകുകയല്ല പറഞ്ഞ, കേട്ടിട്ട് പോകരുത്, അനുസരിക്കണമെന്ന് പറഞ്ഞേ. എന്നോടല്ല, അടുത്ത ആൾക്കാരോടെല്ലാം പറഞ്ഞേ, 5-6 പേരോട് പറഞ്ഞേ. ചുമ്മാ ദൂതും കേട്ട് പോകരുത്, ചുമ്മാ വചനവും കേട്ട് പോകരുത്, അനുസരിക്കണമെന്ന് പറഞ്ഞ് അനുസരിക്കണം. പ്രവാചകൻ പറഞ്ഞത് അതുപോലെ പറഞ്ഞ, എല്ലാവരും വാ തുറന്നെന്ന് പറഞ്ഞേ. അനുസരിച്ചു. എന്ത് ചെയ്തു? പ്രവാചകൻ അതൊക്കെ പറയാം. കടക്കാരൻ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നേ എന്ന് നീ പറയരുത്. പാസ്റ്ററിന് വലിയ കാര്യമൊക്കെ പറയാം, ഞങ്ങളല്ലേ അനുഭവിക്കുന്നതെന്ന് പറയാം. പക്ഷേ പാസ്റ്ററും ഇതിനേക്കാളും ഇതിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അനുസരിക്കണമെന്ന് പറഞ്ഞേ. അപ്പോൾ അവർ അതുപോലെ അനുസരിച്ചു. അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ഓ സ്തോത്രം. ഹല്ലേലൂയ. അവൾ അത് ഒരു അമ്മ നോക്കിയേ. ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്യുക? ആ അഭിഷേകത്തെ പകരുകയാണ്. ആ പാത്രങ്ങളിൽ പകരുകയാണ്. വായിച്ചു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പാത്രം ഒന്നും ഇല്ല, മാക്സിമം നിറയ്ക്കേണ്ടത് നിറച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എണ്ണ നിന്നുപോയി. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എപ്പോഴാ എണ്ണ നിന്നു പോകുന്നേ? മതി എന്ന് പറഞ്ഞാ നിന്നു പോകും. നമ്മൾ പറയാത്ത ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ മതി എന്ന് പറയരുത്. നമ്മൾ മതി എന്ന് പറയാത്ത ഒരു കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു, ലോകത്തിൽ മനുഷ്യൻ വേണ്ടെന്ന് പറയാത്ത ഒരു കാര്യമേ ഉള്ളൂ. എന്തുവാണത്? പണം. ഫുഡും വേണ്ടെന്ന് പറയും. തൊണ്ട വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ? തൊണ്ട വരെ വന്നു കഴിഞ്ഞാൽ ഇനി ബിരിയാണി അല്ല, വേറെ എന്തുവാ എന്ത് കൊണ്ടുവച്ചാലും, കുഴിമന്തി കൊണ്ടുവച്ചാലും, എന്ത് കൊണ്ടുവച്ചാലും എന്ത് പറയും? തൊണ്ട വരെയായി. എന്തായാലും പറഞ്ഞു, ഒരു വിരലോട് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ, വിരലിട്ട് ഛർദ്ദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, വിരലിടാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പഴം കൂടെ കഴിച്ചനെന്ന്. വയർ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതി എന്ന് പറയും. പക്ഷേ മതി എന്ന് പറയാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. അതെന്തുവാണ്? ലോഡ് കണക്കിന് വീട്ടിലുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? മതിയെന്ന് പറയും. പക്ഷേ ദൈവമക്കൾ മതിയെന്ന് പറയാത്ത ഒരു കാര്യം ഉണ്ടാകണം. അതിനെയാണ് അഭിഷേകം. മതി എന്ന് പറയരുത്. പോരാ കർത്താവേ, വചനം പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിപ്പിൻ, അവൻ എത്ര അധികം തൻ്റെ ആത്മാവിനെ തൻ്റെ മക്കളുടെ മേൽ പകരും. എത്ര അധികം ചോദിപ്പിൻ, ആഗ്രഹിപ്പിൻ, അവൻ എത്ര അധികം തൻ്റെ അഭിഷേകത്തെ തൻ്റെ ജനത്തിന്റെ മേൽ പകരും. ഇതിനെ ഞാൻ ശുശ്രൂഷിച്ച ബ്രദറൻകാരുടെ ഇടയിൽ അവർക്ക് അത്ഭുതം അടയാളമൊക്കെ
ഇല്ല. ഞാനും അത്ഭുതം അടയാളങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ചിലർ അത്ഭുതവും അടയാളം ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവം മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മരിച്ച ദൈവത്തെയല്ല, മരിച്ചവരുടെ മധ്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവത്തെയാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അവൻ തൊടുന്നതൊക്കെ അത്ഭുതമാണ്. ആ ദൈവം ജീവിക്കുന്നത് കൊണ്ട് അവൻ സംസാരിച്ചാൽ അത്ഭുതം, തൊട്ടാൽ അത്ഭുതം, അവൻ നോക്കിയാൽ അത്ഭുതം, അവന്റെ തുപ്പലിൽ അത്ഭുതം, അവന്റെ നിഴലിൽ അത്ഭുതം, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അത്ഭുതം. ഓ ഹല്ലേലൂയ, അവന്റെ ശബ്ദത്തിൽ അത്ഭുതം. യെസ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ അവന്റെ രക്തത്തിൽ അത്ഭുതം. ഹല്ലേലൂയ. അവൻ മുഴുവൻ അത്ഭുതമാണ്. യേശു എന്ന ശബ്ദം അത്ഭുതമാണ്, ആ നാമം അത്ഭുതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് still I believe in miracle. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. പോരാ, കരമടിച്ച് ആത്മനിറവിൽ അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും. ഇവർ ഇത് നിറഞ്ഞ് കവിഞ്ഞതും എണ്ണ തീർന്നു. അടുത്ത് എന്താ അവർ ചെയ്തേ? അവൾ ചെന്ന് ദൈവപുരുഷനോട് സ്തോത്രം. എണ്ണ അങ്ങോട്ട് നിറഞ്ഞ ഉടനെ വലിയ സദ്യയൊക്കെ ഒരുക്കി നാട്ടുകാരെല്ലാം വിളിച്ച് അതിൻ്റെ ആഘോഷം വിൽക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം അങ്ങോട്ട് അടച്ചു വെച്ചിട്ട്, വീടും അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നേരെ പോവാ. എവിടെ പോവാ? എവിടെ പോവാ? ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് വസ്തുത അറിയിച്ചു. ഹല്ലേലൂയ. വിടുതലിനെ കുറിച്ച് പറഞ്ഞു, ദൈവം ചെയ്ത നന്മയെ കുറിച്ച് പറഞ്ഞു, നിറവിനെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം പറഞ്ഞേ. ഇവിടെ ചില വിടുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് നമ്മൾ അറിയണം. ചില വിടുതൽ പറയില്ല. കാരണം ഞാൻ ചോദിക്കും, വിടുതൽ ഓക്കെ, ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയും. ഞാൻ വിശ്വസിക്കില്ല, വിടുതൽ ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ആ വിടുതലിൻ്റെ ഓഹരി ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ വിശ്വസിക്കുന്നേ? സ്തോത്രം. അതുകൊണ്ട് ചിലരെന്ത് ചെയ്യില്ല, അടുത്ത വർഷേ പറയൂ. അപ്പോഴത്തേക്ക് എന്തായി? എല്ലാം തീർന്നു. ഈ സഹോദരിയുടെ ഭവനത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്ത് നിറഞ്ഞു കഴിഞ്ഞപ്പോ ഇവൾ ഓടിച്ചെന്ന് എവിടെ പറയുക? ദൈവപുരുഷന്റെ അടുക്കൽ വന്ന് വസ്തുതയെ അറിയിച്ചു. സ്വത്രം പറഞ്ഞേ. വല്ലവരും പറഞ്ഞല്ല സഭ അറിയേണ്ടതെന്നൊന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന അണ്ണന് കരം കൊടുത്തെന്ന് പറഞ്ഞേ. വല്ലവരും പറഞ്ഞല്ല. ഇവിടെ തലയും കുത്തനെ പ്രാർത്ഥനയാ. വീട് കിട്ടണേ, വീട് കിട്ടണേ. വീടിന്റെ 2ാം നില പൊങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ വാർക്ക നടക്കുക. പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ ചോദിച്ചു, അറിഞ്ഞില്ല. അത് ഞങ്ങൾ വഴിയെ പോയി ഒരാളെ കൊണ്ട് പ്രാർത്ഥിച്ചങ്ങ് ആരംഭിച്ചു. സ്തോത്രം. പ്രാർത്ഥന മുഴുവൻ വീട് കിട്ടണേ, നന്മ കിട്ടണമേ, അത്ഭുതം പ്രാപിക്കണമേ, എല്ലാം നടക്കുക. പക്ഷെ ദൈവപുരുഷൻ, ദൈവദാസന്മാരറിയുന്ന, ചർച്ച അറിയുന്നത്, ആരൊരു പറഞ്ഞ് അടുത്തിരിക്കുന്ന എന്നെ തൊട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച സഭ അറിയണമെന്ന് പറഞ്ഞേ. നിന്റെ നന്മ, നിന്റെ വിടുതൽ നാട്ടുകാർ പറഞ്ഞറിയല്ല, ആദ്യം നീ അറിയിക്കേണ്ട സഭയാണെന്ന് പറഞ്ഞേ. സഭ അറിയണമെന്ന് പറഞ്ഞേ. നീ പോയി എണ്ണ വിറ്റ്
എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവരുടെ വിടുതൽ എവിടെയാ കിടന്നേ? എവിടെ കിടക്കുക? ഈ അഭിഷേകത്തിനകത്ത് വിടുതൽ കിടക്കുക. നിന്റെ അഭിഷേകത്തിനകത്ത് നിന്റെ നന്മ കിടക്കുക. അവിടെ ഒരു ദൈവപുരുഷൻ സ്വരൂപിച്ചു വന്ന ഒരു അഭിഷേകം അവിടെ കിടക്കുക. നിന്റെ നന്മ ഹല്ലേലൂയ നീ പ്രാപിക്കാൻ പോകുന്നത്, നിനക്ക് മിച്ചം വരുന്ന തരത്തിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത് നീ സ്വരൂപിച്ച സമ്പത്തിലല്ല, നീ നിന്റെ കുടുംബവും പ്രാപിച്ചു വെച്ച സ്വരൂപിച്ചു വെച്ച എണ്ണ അഭിഷേകമാണ് നിന്നെ മാനിക്കാൻ പോകുന്നത്. നിന്റെ കടബാധ്യത മാറ്റാൻ പോകുന്നത്, നിന്റെ ഞെരുക്കം മാറ്റാൻ പോകുന്നത്, നിന്റെ സാധ്യതകളെ ദൈവം തുറക്കാൻ പോകുന്നത്. സ്വർഗം നിനക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ഒരഭിഷേക തൈലമുണ്ട്. ഹല്ലേലൂയ. ഇതാ നിന്നെ മാന്യപാത്രമാക്കി മാറ്റാൻ പോകുന്നത്, വിശാലമാക്കി മാറ്റാൻ പോകുന്നത്, വിടുതലാക്കി മാറ്റാൻ പോകുന്നത്. കരമടിച്ച് പോരാ. പ്രവാചകൻ പറഞ്ഞു, അത് നിറഞ്ഞത് വിറ്റ് നിന്റെ കടബാധ്യത മാറ്റി നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയ്ക്കും ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ളത് ഈ അഭിഷേകത്തിനകത്തുണ്ട്, ഈ തൈലത്തിനകത്തുണ്ട്, ഈ ഭരണിക്കകത്തുണ്ട്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവത്തിന്റെ കൃപ. പോരാ. ഇന്ന് പകലിൽ നീ ജ്വലിപ്പിക്കേണ്ടത്, നീ മടങ്ങി പോകുമ്പോൾ ഈ ദൂതുമായി മടങ്ങണം. എന്റെ മേലിരിക്കുന്ന അഭിഷേകത്തെ ഞാൻ പകരാൻ പോകുകയാണ്, വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ഇതാണ് എന്റെ ജീവിതം മാറ്റാൻ പോകുന്നത്, എന്റെ തലവിധിയെ മാറ്റാൻ പോകുന്നത്, എന്റെ തലവരയെ മാറ്റാൻ പോകുന്നത്. ഈ അഭിഷേകത്തിന്റെ പകർച്ച. ഇന്ന് നീ മടങ്ങുന്നത് ഹല്ലേലൂയ ഒരു ഭരണി എണ്ണയായിട്ടല്ല, ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിന്റെ മേൽ പകർന്നിരിക്കുന്നതിനെ പാത്രങ്ങളിൽ പകരാൻ നീ റെഡിയാണെങ്കിൽ, അതിനെ വർദ്ധിപ്പിക്കാൻ റെഡിയാണെങ്കിൽ, നിന്റെ അഭിഷേകം നീ വർദ്ധിപ്പിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകലിൽ നടക്കുന്ന പകർച്ച ഹല്ലേലൂയ അത് നിൽക്കുന്ന പകർച്ചയല്ല, അത് പെരുകി വർദ്ധിച്ച് ഈ അഭിഷേകം നിന്റെ തലവരയെ മാറ്റാൻ പോകുന്നു. പോരാ. കരം പിടിച്ച് ആത്മ നിറവേറും ശക്തിയോടെ. ഇന്ന് ദൈവജനം എഴുന്നേറ്റ് ആത്മാവിൽ ശക്തിയോടെ ദൈവകൃപയിൽ പ്രാപിച്ച് ഹല്ലേലൂയ. എന്റെ മേൽ ഞാൻ ഹല്ലേലൂയ ഒന്നുമില്ലാത്തവനല്ല, എന്റെ മേലൊരു അഭിഷേകമുണ്ട്, എന്റെ ഭവനത്തിൽ ഒരു ഭരണി എണ്ണയുണ്ട്. മതി. അത് ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, അത് പകരാൻ പോവുകയാണ്, ഞാൻ അത് ഇമ്പാർട്ട് ചെയ്യാൻ പോവുകയാണ്, അത് പകർന്ന് നൽകാൻ പോവുകയാണ്. നീ പകരാൻ റെഡിയാണോ? അതിനെ വർദ്ധിപ്പിച്ച് നിറയ്ക്കാൻ ഈ ദൈവം റെഡിയാണ്. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് പകലിൽ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ ചേർത്തടിച്ച് ഹല്ലേലൂയ പ്രാപിക്കുന്നതും കൊണ്ട് വീട്ടിൽ ചെന്ന് വെറുതെ ഇരിക്കുവാനല്ല, ഈ അഭിഷേകത്തെ പകരാൻ പോകുകയാണ്. ഈ അഭിഷേകത്തെ ഞാൻ പകരാൻ പോകുകയാണ്. 100 മടങ്ങായി എന്റെ മേലെ അത് വർദ്ധിക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നീ സ്വരൂപിക്കുന്ന ഈ അഭിഷേകം അതിന്റെ സ്ഥിതികളെ മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഇനി ശൂന്യതയല്ല, പട്ടിണിയല്ല, നിന്നെ പിടിക്കാൻ നിൽക്കുന്ന കടക്കാരെ അല്ല നീ ഭയപ്പെടാൻ പോകുന്നത്. നിന്റെ സ്ഥിതിയെ മാറ്റുന്ന
പക്ഷേ ഇന്ന് പകലിൽ അതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവശക്തി. ഓ, എന്റെ വീട്ടിൽ അല്പം എണ്ണയേ ഉള്ളൂ, എന്റെ പേരിൽ അല്പം അഭിഷേകമേ ഉള്ളൂ, കാര്യമില്ല. ഇന്ന് അതിനെ ദൈവം മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു, വർദ്ധിപ്പിക്കാൻ പോകുന്നു, വർദ്ധിപ്പിക്കാൻ പോകുന്നു, വർദ്ധിപ്പിക്കാൻ പോകുന്നു. അഭിഷേകം വർദ്ധിക്കട്ടെ, പരിശുദ്ധാത്മം വർദ്ധിക്കട്ടെ, കൃപ ജ്വലിക്കട്ടെ. ഉണ്ട്, അല്പമുണ്ടെങ്കിൽ അല്പമുണ്ട്. ഇന്നത് വർദ്ധിക്കാൻ പോകുകയാണ്, ഇന്നത് വർദ്ധിക്കാൻ പോകുന്നു, ഇന്ന് നിന്റെ മേൽ അത് വർദ്ധിക്കാൻ പോകുന്നു. ഒരു മൾട്ടിപ്ലിക്കേഷൻ ഗ്ലോറി വെളിപ്പെടാൻ പോകുന്നു. യെസ്, ദുഃഖത്തോടെ നീ ഇതിനകത്ത് വന്നു, ആത്മാവിനോട് പറയുന്ന ദൂത് അതിലേക്ക് നിന്റെ കയ്യിലുള്ള അഭിഷേകത്തെ വർദ്ധിപ്പിച്ചു. നീ അത്ഭുതത്തെ കാണാൻ പോകുന്നു. അത്ഭുതങ്ങളെ വീട്ടിനകത്തൊരു നിറവ്, 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 ചോദിച്ചോ, ചോദിച്ചോ, ചോദിച്ചോ. നിറഞ്ഞ് 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 പകരുവാൻ മനസ്സുണ്ടോ? നിറയണം, എനിക്ക് നിറയണം, എനിക്ക് പകരണം. പാത്രം ഒഴിഞ്ഞ പാത്രങ്ങളിലേക്ക് എനിക്ക് പകരണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓർത്തോളണം, നീ പകരാൻ തുടങ്ങും തോറും അല്ലെങ്കിൽ നിന്നെ നിറച്ച് 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 എനിക്ക് അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറണം, എനിക്ക് അനേകർക്ക് ഒരു അത്ഭുതമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഓടി മുമ്പിലോട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.